Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon. എല്ലാവരും ഫുഡ് കഴിച്ചോ? Yes, Miss. കഴിച്ചു മാം. നിങ്ങൾ കഴിച്ചോ? കഴിച്ചു. കഴിഞ്ഞ വീക്ക് കണ്ടില്ല അല്ലേ? മിസ് കഴിച്ചോ ഫുഡ്? ഞാൻ കഴിച്ചു. ഫുഡ് കഴിച്ചു. കഴിഞ്ഞ ആഴ്ച ബുക്ക് വെക്കലായിരുന്നല്ലോ മിസ്. അതെ. എല്ലാരും ബുക്ക് വെച്ചോ? വെച്ചു മിസ്. അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ മിസ്. പ്രയർ ചെയ്തോളൂ കേട്ടോ. മാം, ഞാനാണ് പ്രയർ സ്റ്റാർട്ട് ചെയ്തേ. കരുണാനിധി നീ തുണയേകിടേ നീ സദാ ശാന്തി ദീപം തെളിയിക്ക ഭൂവിൽ ഇരുൾ മൂടും ഞങ്ങൾ കരുളുക ജ്ഞാനം കരം കൂപ്പിടാം ഞാൻ കനിവേഗണേ നീ തപമാർഗമെന്നും നയിക്കണമേ നീ അറിവിൻ്റെ പാരിൽ ചൊരിഞ്ഞു വരങ്ങൾ കരുണാനിധി നീ തുണയേകിടേ നീ സദാ ശാന്തി ദീപം തെളിയിക്ക ഭൂവിൽ. താങ്ക് യു മാം. ഓക്കെ, വെരി നൈസ്. Then sign in. മാം സൈൻ ഇൻ ഞാനാണ് ഐശ്വര്യ. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ ആമയുടെയും മുയലിന്റെയും കഥ ഒരു പാട്ട് പോലെയാണ് ഞാൻ പറയുന്നത് കേട്ടോ, പാടുന്നത്. ഓക്കെ. മിടു മിടു മിടുക്കൻ മുയലച്ചൻ മടി മടി മടിയൻ മരയാമ അടിപിടി കൂടി ഒരു നാള് കഥ ഇതു കാട്ടിൽ പാട്ടായി. മിടു മിടു മിടുക്കൻ മുയലച്ചൻ മടി മടി മടിയൻ മരയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥ ഇതു കാട്ടിൽ പാട്ടായി. കുറുമൊഴി വീട്ടിൽ കുയിലമ്മ അവളുടെ പേരിൽ വക്കാണം വിവരമറിഞ്ഞു മൃഗരാജൻ മനസഭ കൂടി തിരുമുൻപിൽ. കടുവയും പുലിയും ചെന്നായും കരടിയുമാനയും കേൾക്കാനായി മുറുചെവി കുറുക്കൻ കാര്യസ്ഥൻ വിധിയതുറക്കെ വായിച്ചു. എരിപൊരി വേലിൽ രണ്ടാളും 20 നാഴികയോടട്ടെ ജയമതിലാർക്കോ അവനാണേ കുയിലിനു സ്വന്തം മണവാളൻ കുയിലിനു സ്വന്തം മണവാളൻ. മിടുമിടു മിടുക്കൻ മുയലച്ചൻ മടി മടി മടിയൻ മരയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥ ഇതു കാട്ടിൽ പാട്ടായി. വിജയമുറച്ചു മുയലച്ചൻ ചെറുതിടയൊന്നു മയങ്ങിപ്പോയി അതുവഴിയാമ നിരങ്ങിപ്പോയി കുയിലോ കൂടെ ഇറങ്ങിപ്പോയി. കുയിലിനു മാമയ്ക്കും കല്യാണം കരിമലക്കാടിനു പൊന്നോണം. മുയലിന്റെ കഥയൊരു ഗുണപാഠം കുടുകുടെ ചിരിക്കണമാവോളം കുടുകുടെ ചിരിക്കണമാവോളം. മിടുമിടു മിടുക്കൻ മുയലച്ചൻ മടി മടി മടിയൻ മരയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥ ഇതു കാട്ടിൽ പാട്ടായി. താങ്ക് യു. വെരി ഗുഡ്, നന്നായിരുന്നു കേട്ടോ. മാം തോട്ട് ഞാനാണ്.
Behavior is always greater than knowledge because in life there are many situations where knowledge fails, but behavior can still handle. APJ Abdul Kalam. Okay. ആക്ഷൻ സോങ്ങോ സ്റ്റോറിയോ എന്തെങ്കിലും ഉണ്ടോ പ്രസന്റ് ചെയ്യാൻ? പ്രസന്റ് ചെയ്തോട്ടെ മാം. ആരാണ്? ഞാൻ രമ്യ. ഓക്കെ. These are my private parts, private parts, private parts. These are my private parts. Nobody should see them. Nobody should touch them. Nobody should feel them. If you touch my private parts, private parts, private parts. If you touch my private parts, I will tell my mommy. I will tell my daddy. I will tell my teacher. Thank you. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരെങ്കിലും ഉണ്ടോ? മാം ഒരു സ്റ്റോറി പറയട്ടെ. ബിന്ദുജ പറഞ്ഞോളൂ. കേക്കാവോ? കേക്കാം. മരുഭൂമിയിലെ റോസാച്ചെടി. ഒരു മരുഭൂമിയിൽ ഒരു റോസാച്ചെടി ഉണ്ടായിരുന്നു. മനോഹരമായ പൂക്കൾ നിറഞ്ഞ റോസാച്ചെടിക്ക് താൻ വളരെ സുന്ദരിയാണെന്ന ഭാവമാണ്. അതുകൊണ്ട് തന്നെ മരുഭൂമിയിലെ മറ്റു ചെടികളെയെല്ലാം അവൾ വളരെ പുച്ഛത്തോടെയാണ് നോക്കിയിരുന്നത്. തന്റെ അടുത്തയായുള്ള ഒരു കള്ളിമുൾച്ചെടിയോട് റോസാച്ചെടിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യമാണ്. ദിവസവും റോസാച്ചെടി കള്ളിമുൾച്ചെടിയെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. മാറി നിൽക്ക്, കാറ്റിൽ എന്റെ ചില്ലുകൾ ഇളകിയാൽ നിന്റെ ദേഹത്തെ മുള്ളുകൾ കൊണ്ട് എന്റെ പൂവുകൾക്ക് കേടുപറ്റും. എന്നാൽ കള്ളിമുൾച്ചെടി ഒന്നും മിണ്ടാതെ നിൽക്കും. റോസാച്ചെടിയുടെ ഈ സ്വഭാവം കണ്ട് മറ്റു പല ചെടികളും അവളെ ഉപദേശിച്ചു നോക്കി. എന്നാൽ അവൾക്കുണ്ടോ വല്ല മാറ്റവും? അങ്ങനെയൊക്കെ മരുഭൂമിയിൽ കൊടും ചൂടുള്ള സമയമെത്തി. മരുഭൂമി കൂടുതൽ വരണ്ടുണങ്ങി. ചെടികൾ വെള്ളം കിട്ടാതെ വലഞ്ഞു. റോസാ ചെടി ചൂടേറ്റ് വാടാൻ തുടങ്ങി. അവളുടെ പൂക്കളുടെ മനോഹരമായ ദളങ്ങൾ കരിഞ്ഞ് നിറം മങ്ങിത്തുടങ്ങി. വിഷമിച്ചു നിൽക്കുന്ന റോസാ ചെടി അടുത്തുള്ള കളിമുൾ ചെടിയെ നോക്കി. അതിന് ഒരു മാറ്റവുമില്ല. നല്ല പച്ചപ്പോടെ തൊടുത്തു നിൽക്കുന്നു. എപ്പോഴും തന്റെ ചില്ലയിൽ വന്നിരിക്കാറുള്ള ഒരു കുരുവി അതാ കളിമുൾ ചെടിയുടെ ഒരു ചില്ലയിൽ ചൂണ്ടു താഴ്ത്തി വെള്ളം വലിച്ചു കുടിക്കുന്നു. ഇത് കണ്ട് തന്റെ എല്ലാ അഹങ്കാരവും മറന്ന് റോസാ ചെടി കള്ളിമുൾ ചെടിയോട് ചോദിച്ചു, ചങ്ങാതി, എനിക്കും കുറച്ച് വെള്ളം തരുമോ? എന്റെ ഇലകളും പൂക്കളും എല്ലാം വാടാൻ തുടങ്ങിയിരിക്കുന്നു. നല്ലവളായ കള്ളിമുൾച്ചെടി അത് സമ്മതിച്ചു. അവൾ തന്റെ തണ്ടുകളിൽ ശേഖരിച്ചിരിക്കുന്ന വെള്ളം റോസാ ചെടിക്കും കൊടുത്തു. അങ്ങനെ ആ കൊടും ചൂടിൽ നിന്ന് റോസാ ചെടി രക്ഷപ്പെട്ടു. രൂപം നോക്കി ആരെയും വിലയിരുത്തരുതെന്ന് റോസാ ചെടിക്ക് അതോടെ മനസ്സിലായി. താങ്ക് യു മാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലേ? ഡയറ്ററി റിക്വയർമെന്റ്സ് എടുത്തായിരുന്നോ? എടുത്തിട്ടില്ല അല്ലേ? ഓക്കെ. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആണ് മിസ് എടുത്തോണ്ടിരുന്നത്. എന്താ? ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ തന്നെയാണ് മിസ്. അത് കംപ്ലീറ്റ് ചെയ്തല്ലോ, ഇനി പറയാനില്ലല്ലോ ഒന്നും. എന്തോ മിസ് ഡീറ്റെയിൽ ആയിട്ട് ഈ ആഴ്ച പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാന്നൊന്നും പറഞ്ഞില്ലേ മോളെ? 0 to 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മുടി ഷൈനിങ് ആയിരിക്കും, ടീത്ത് വെളുത്തത്, അതൊക്കെ പറഞ്ഞല്ലോ. അതെ മിസ്, അതെ അതെ. യെസ് മിസ്, കഴിഞ്ഞതാണ് മിസ്. കഴിഞ്ഞതാണ് അല്ലേ? അടുത്തത് ഡയറ്ററി റിക്വയർമെന്റ്സ്. എല്ലാവരും ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഡയറ്ററി റിക്വയർമെന്റ്സ്. ആരെങ്കിലും പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ? 29. റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു.
ഇത് ഫസ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഫസ്റ്റ് പാരഗ്രാഫ്. Okay, Miss. The nutritional necessity of children depends upon their body size, which is much higher than those of adults. Through the body needs all the nutrients in required proportions. Nutrients more important at the age of carbohydrate, protein, vitamins A, B, C, and D, calcium, phosphorus, iodine, and iron. The energy and protein requirements for 3 to 6 years age groups are as follows. Energy 1690 calories bar day, protein 30 gram bar day. ഓക്കെ, എന്താ മനസ്സിലായത്? കുട്ടികളുടെ പോഷക ആവശ്യം അവരുടെ ശരീര വലുപ്പത്തിനനുസരിച്ചിരിക്കുന്നു. അത് മുതിർന്നവരിനേക്കാൾ വളരെ കൂടുതലാണ്. ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അനുപാതനത്തിൽ ലഭിക്കേണ്ടതാണ്. എന്നാൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പ്രധാനമായുള്ള പോഷകങ്ങൾ, അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റാമിൻസ് എ, ബി, സി ആൻഡ് ഡി, അയോഡിൻ, അയൺ, അതൊക്കെ കിട്ടണം. ഞാൻ നിങ്ങൾക്ക് 3rd ചാപ്റ്റർ ഞാനാണ് എടുത്തത്, ബാലൻസ്ഡ് ഡയറ്റ്. അല്ലേ? എടുത്തിട്ടില്ല. ഞാനിത് ഈ ഒരു ചാപ്റ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്ല, ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ടുണ്ട്. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ മോഡേൺ അതും എടുത്തിട്ടുണ്ട്. 3rd ചാപ്റ്റർ എടുത്തിട്ടില്ല. ഓക്കെ, 3rd ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞായിരുന്നോ? ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല. ആരും എടുത്തിട്ടില്ല അല്ലേ? അതായത് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് കുട്ടികളുടെ അതായത് ഡയറ്ററി റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാല് കുട്ടികൾക്കുള്ള ഭക്ഷണക്രമങ്ങൾ, അവർക്ക് വേണ്ട പോഷകാഹാരങ്ങൾ, എങ്ങനെയാണ് ഇതിന്റെ ആവശ്യകത വരുന്നതെന്നാണ് ഇതിനകത്ത് ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടേണ്ട ന്യൂട്രീഷണൽ നെസസിറ്റി അഥവാ പോഷകാഹാര ലഭ്യത എന്ന് പറയുന്നത് അവന്റെ ബോഡി സൈസിനനുസരിച്ചിട്ടായിരിക്കണം. ഓക്കെ, ഹയർ ദാൻ ദോസ് ഫോർ അഡൽട്സ്, അതായത് മുതിർന്നവരെക്കാളും കൂടുതൽ ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ബോഡി സൈസിനനുസരിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് പറയില്ലേ, ഓരോരുത്തരുടെ വെയിറ്റിനനുസരിച്ച് അവരുടെ ബോഡി ടൈപ്പിനനുസരിച്ചിട്ടല്ല വെള്ളം കുടിക്കുന്നേ. അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരങ്ങൾ എന്ത് ചെയ്യണം, ബോഡി സൈസിനനുസരിച്ച് കൊടുത്തിരിക്കണം. ഓക്കെ, പിന്നെ ഈ പോഷകാഹാരം കൊടുക്കുന്നു നമ്മൾ പറയുന്നുണ്ട്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് റിക്വയർഡ് ആയിട്ടുള്ള പ്രൊപ്പോർഷനിലായിരിക്കണം കൊടുക്കണം. ഒരു അനുപാതം ഉണ്ടായിരിക്കണം, അതിന് അളവുണ്ടായിരിക്കണം. എങ്ങനെയാണ് അത് കൂടുതൽ ഉണ്ടാവാം, കുറവുണ്ടാവാം. അപ്പൊ ഓരോന്നിനും ഓരോ റേഷ്യോയിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതാണ്, ബാലൻസ്ഡ് ഡയറ്റ് 3rd ചാപ്റ്ററിൽ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളൊരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് 7 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, ആ 7 കാര്യങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം, പ്രോട്ടീൻ ഉണ്ടാകണം, അതുപോലെ തന്നെ ഫാറ്റ് ഉണ്ടാകണം, വൈറ്റമിൻസ് ഉണ്ടാവണം, മിനറൽസ് ഉണ്ടാകണം, അതുപോലെ തന്നെ വാട്ടർ ഉണ്ടായിരിക്കണം. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ എന്ത് വേണം, ഈ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾക്ക് ഒരു പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഒരു അനുപാതം എന്ന് പറയാനായിട്ട് സാധിക്കുക. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഫുഡാണ് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതെങ്കിൽ എന്താണ്, നമ്മുടെ ലൈഫ് സ്റ്റൈലേ മാറും, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഹെൽത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, വളരെ നമുക്കത് പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതെങ്കിൽ കേട്ടോ. അപ്പൊ നമ്മുടെ ഫുഡിൽ എന്ന് പറഞ്ഞാല് കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിച്ചു, എന്താ ഭക്ഷണം കഴിച്ചത് ജയശ്രീ ഒന്ന് പറയാമോ ഉച്ചയ്ക്ക്? മിസ്, ഞാനിന്ന് ക്യാബേജും ക്യാരറ്റും ചേർന്നുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കിയത്. അപ്പൊ ചോറും ഉപ്പേരി പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു. സാമ്പാർ കഷ്ണങ്ങളൊക്കെ ചേർത്ത് അതാണ് മിസ് കഴിച്ചത്.
പിന്നെ കൂടെ എന്തെങ്കിലും പിക്കിളും ചേർക്കും. ഓക്കെ. അത്യാവശ്യം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് ജയശ്രീ തൈര് കഴിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് മിസ്, തൈര് എടുക്കാറുണ്ട്. തൈര്. ഇല്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും ജയശ്രീക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അനിമോൾ എന്താ കഴിച്ചേ? ചോറ്, വൻപയർ മെഴുക്കുവരട്ടി, പിന്നെ തക്കാളിക്കറി. പിക്കിള്. ഓക്കെ. അപ്പൊ കാർബോഹൈഡ്രേറ്റ് കിട്ടിയിട്ടുണ്ട്, പ്രോട്ടീൻ കിട്ടിയിട്ടുണ്ട്. വൻപയർ പ്രോട്ടീൻ സോഴ്സ് ആണ് അല്ലെ? ചോറ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ. പിന്നെ വെജിറ്റബിൾസിൽ നിന്ന് വൈറ്റമിൻസ് കിട്ടുന്നുണ്ട്, മിനറൽസ് കിട്ടുന്നുണ്ട്. ഓക്കെ. തക്കാളി നമുക്ക് എടുക്കാം, വൈറ്റമിൻ സി ആണ് തക്കാളി അല്ലെ? ഓക്കെ. ഇനി ആരാണ്? ഹസ്ന നമ്മൾ എന്താ കഴിച്ചേ? ഞാൻ കഴിച്ചിട്ടില്ല. ഇത്രയും നേരമായിട്ട് കഴിച്ചിട്ടില്ലേ? ഡയറ്റിംഗ് ആണ് മിസ്, ഡയറ്റിംഗ്. അതല്ല മാം, ഞാനും ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കാറ്. അതെല്ലേ? രമ്യ എന്താ കഴിച്ചേ? മിസ് ഞാനും കഴിച്ചിട്ടില്ല, ക്ലാസ് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ ഉണ്ടാക്കിയത് ചെറുപയർ തോരനും പിന്നെ തീയലും തീയലാണ്, ഉള്ളിയും ചേനയും ഒക്കെ ഇട്ട തീയല്. ഓക്കെ. അപ്പൊ അത്യാവശ്യം ചോദിച്ചവരൊക്കെ നല്ല രീതിയിൽ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡാണ് എല്ലാവരും തന്നെ കഴിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല. അപ്പൊ നമ്മള് ചോറ് മിസ് കഴിച്ചത് പറഞ്ഞില്ല. ഞാൻ ചെറിയൊരു ഡയറ്റിങ്ങിലാണ്, അതുകൊണ്ട് ഞാനിന്ന് കഴിച്ചത് ചെറുപയർ മുളപ്പിച്ചത്, ക്യാരറ്റ്, മുട്ട, പിന്നെ സവാള, ഇതൊക്കെ ചേർത്തിട്ട് ഒരു മിക്സ് പോലെ, സലാഡ് പോലെ ഉണ്ടാക്കിയത്. സൂപ്പർ. അതാ കഴിച്ചത്. അത് ആദ്യമായിട്ട് ഇന്നാണ് ആ റെസിപ്പി ഉണ്ടാക്കിയത്. അപ്പൊ ഇന്ന് ഉണ്ടാക്കിയപ്പോ ഞാനിവിടെ മറ്റു ടീച്ചേഴ്സിനെ കൊടുത്തപ്പോ അവർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. മുളപ്പിച്ചതിന്റെ ഉപ്പേരി ടേസ്റ്റി ആണോ മിസ്? ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അത്ര മറ്റേ നോർമലിനേക്കാളും ഇത്, പക്ഷെ എന്നാലും പോഷകം കൂടുതലും മുളപ്പിച്ചതിനാണ്. മിസ്സിന് അതിന് വണ്ണമൊന്നും ഇല്ലല്ലോ. പിന്നെ അത് നിങ്ങൾക്ക് കാണുമ്പോ തോന്നുന്നതാ. ഇവിടെ വണ്ണൊന്നും ഓവറില്ലേ? പിന്നെ അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ കാണുമ്പോ ഇനി കോൺവെക്കേഷൻ വരുമ്പോ ഞാൻ നിങ്ങളുടെ കോൺവെക്കേഷൻ ആവുമ്പോൾ എങ്ങനെയും വണ്ണം കുറക്കണമെന്ന് വിചാരിച്ചിരിക്കുക. എനിക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതൊന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞൊന്ന് വെയിറ്റ് കുറക്കാൻ പറഞ്ഞു. അപ്പൊ അതിനായിട്ടുള്ള പരിശ്രമത്തിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സക്സസ് ആവില്ല, എത്ര നാള് വണ്ടി ഓടോന്നും അറിയില്ല. ആവുന്നത്ര നോക്കാൻ വിചാരിച്ചു. എനിക്ക് 70 ഒക്കെ ഉണ്ടായിരുന്നു വെയിറ്റ്. അപ്പൊ എനിക്ക് ഇതേപോലെ ഷുഗറിന്റെയും ബിപിയുടെയും പ്രശ്നമുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു മസ്റ്റ് ആയിട്ടും വെയിറ്റ് കുറയ്ക്കണം. അപ്പൊ ഞാൻ ഫ്ലെക്സീഡ് ചിയാസീഡ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ 10 കിലോ വെയിറ്റ് കുറഞ്ഞു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു, മിസ് പഠിപ്പിക്കും. അപ്പം അതും ഇതും പിന്നെ ആഹാരം കഴിക്കല് കുറഞ്ഞു പോയി. അങ്ങനെ നല്ല ശരിക്കും 10 കിലോ വെയിറ്റ് കുറഞ്ഞായിരുന്നു. 50, കാരണം എനിക്ക് 55 പാടുള്ളൂ. അപ്പൊ ആ ഒരു റേഞ്ചിലെത്തി. പക്ഷെ ഇപ്പൊ എല്ലാം പോയി മിസ്. ഞാൻ കുറച്ചതായിരുന്നു, ഇപ്പൊ എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. ഞാനും അതെ, നിങ്ങൾ അതായത് എന്താണ് ഞാൻ പറയുന്നത് കാരണം അറിയാമോ? അതായത് കുട്ടികളുടെ കോൺവെക്കേഷൻ പ്രാക്ടിക്കൽസിനൊക്കെ വരുമ്പോ മിസ്സിന് വണ്ണം കുറവാണല്ലോ വീഡിയോയിൽ കാണുമ്പോ, പക്ഷെ നേരിട്ട് കാണുമ്പോ നല്ല വണ്ണം ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കാണുന്നതല്ല ശരി. ഇനി കാണുമ്പോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞെക്കരുത് കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. ടീച്ചറെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞു. ടീച്ചറെ, നമ്മള് ലഞ്ച് നമ്മൾ കട്ട് ചെയ്താൽ നമുക്ക് വെയിറ്റ് കുറയുമോ? ലഞ്ച് ഇല്ല, അങ്ങനെയൊന്നും നിങ്ങൾ കട്ട് ചെയ്യരുത് കേട്ടോ. 3 നേരം ഭക്ഷണം കഴിക്കുക. ഒരു രക്ഷയില്ലടാ, ഞാൻ പട്ടിണി ഇരുന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ അടുത്തൊരു കുട്ടിയാണെങ്കിൽ ഞാനിങ്ങനെ ചോറ് കഴിക്കാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. പറഞ്ഞോളൂ ബിൻസി. ആ ചോറ് കഴിക്കാണ്ടൊക്കെ ഇരുന്നിട്ട് മിസ്, ആ ടൈം ആവുമ്പോ പക്ഷെ പിന്നെയും തോന്നും കുറച്ചും കൂടി കഴിച്ചാലോ, കുറച്ചും കൂടി ഇങ്ങനെ കുറച്ചെടുത്താലും മതിയാവൂല. അതിന്റെ ഹെൽത്ത് ഇഷ്യൂസ് വേറെ വരും മിസ്. അപ്പൊ അങ്ങനെ ടീച്ചർ, എന്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ ലഞ്ച് കട്ട് ചെയ്ത് 1 മാസം അത് ലഞ്ച് കഴിച്ചില്ല. അതിന് പകരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലും കഴിക്കും, നൈറ്റിലും കഴിക്കുമായിരുന്നു. അങ്ങനെ അതിനാണെങ്കിൽ 6 കിലോ വെയിറ്റ് കുറഞ്ഞു 1 മാസം കൊണ്ട്. അതൊക്കെ ചോദിച്ചത്. നൈറ്റിലല്ലേ നമ്മള് ഫുഡ് കുറച്ച് കഴിക്കുന്നത്.
അതെ. 7 മണിക്ക് ശേഷം കഴിക്കരുതെന്നാണല്ലോ. പക്ഷെ ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ആയിരിക്കും ചിലപ്പോ ഉദ്ദേശിച്ചത്. എന്താണെന്ന് 7 വെച്ചാൽ നമുക്ക് മണിക്ക് ശേഷം. ചോറൊക്കെ കഴിക്കാം, കുഴപ്പമില്ല. പക്ഷെ നമ്മളിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് മൂവ്മെന്റ് ഇല്ല. അപ്പൊ മൂവ്മെന്റ് നമുക്കില്ല. നമുക്ക് ഇപ്പൊ നമ്മുടെ വീട്ടില് ജോലി ചെയ്യുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ നമ്മൾ ചോറ് കഴിച്ച് ചിലപ്പോ അതിന്റെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും, ചിലപ്പോ വേറെ ജോലികളൊക്കെ ഉണ്ടാവും, നമ്മൾ മൂവ് ചെയ്യുവാണ്. പക്ഷെ നമ്മൾ ഒരിടത്ത് ഇരിക്കുമ്പോൾ നമുക്ക് മൂവ്മെന്റ് ഇല്ല, നമുക്കത് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് ഇതാകും, പിന്നെ അത് ബ്ലഡിൽ ഇതാവും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ആ പൊണ്ണത്തടി എന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ വണ്ണം കുറച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. മൂവ്മെന്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്ത് ഇപ്പൊ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളില്ലേ, കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് വയറ് നിറച്ച് ചോറ് തിന്നിട്ട് തന്നെയല്ലേ ജോലി ചെയ്യുന്നത്. പക്ഷെ അത് കലോറി ബേൺ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കലോറി കുറയ്ക്കാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാലോറി ഡെഫിസിറ്റ് എടുത്താൽ ഇതാണെങ്കിൽ നമ്മൾക്ക് ആദ്യത്തെ അറിവാ ലഞ്ച് കട്ട് ചെയ്തിട്ട് ഇത്രയും വെയിറ്റ് കുറയുന്നത്. അതാ ഞാൻ ചോദിച്ചത്. ചിലപ്പോ ആ കുട്ടി അരിയാഹാരം കഴിച്ചിട്ടുണ്ടാവില്ല, ഒന്നും തന്നെ. റൈസ്, അതുപോലെ തന്നെ നമ്മൾ ഇഡ്ഡലി, ദോശ, അങ്ങനെയുള്ള മിസ്സേ അത് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ ഒരു സർക്കിൾ പോലെ, അതായത് ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം. പക്ഷെ ഇത്ര ടൈം തൊട്ട് നമ്മൾ ഫാസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ ആ ഒരു ടൈം ആവുമ്പോഴേ അടുത്ത ദിവസം ഫുഡ് കഴിക്കുള്ളൂ. പക്ഷെ ആ ഒരു സമയത്തിനിടയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ഒരു കൺട്രോൾ വെച്ചിട്ട്, പോർഷൻ കൺട്രോൾ വെച്ചിട്ട്. പക്ഷെ കുറെ നേരം വിശന്നിരിക്കണ്ടേ? അത് ശരിയാ, കുറച്ചു നേരം വിശന്നിരിക്കാം. ഇത്ര മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നല്ല വിശപ്പായിരിക്കും. പക്ഷെ കഴിക്കുമ്പോൾ നല്ല കഴിക്കലായിരിക്കും, പ്രോട്ടീനും ഫൈബറും വൈറ്റമിൻസ് എല്ലാം കൂട്ടി. ഇതാ ശരി. അങ്ങനെയാണെങ്കിലേ ഞാനിപ്പോ 7 മണിക്കാ ഫുഡ് കഴിക്കുന്നത്, രാത്രി 7 മണിക്കാ കഴിക്കുന്നത്. പിറ്റേന്ന് രാവിലെ മോർണിംഗിന് ഞാൻ 8 മണിക്കാ കഴിക്കുന്നത്. അപ്പൊ അത്രയും ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. നമ്മുടെ വീട്ടിന്റെ കുറയത്ത് ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കില്ല കഴിക്കുന്നത്. ഞാനിങ്ങനെ വെയിറ്റ് ലോസിന്റെ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴാണ് മനസ്സിലായേ. അതിൽ ഇഡ്ഡലി ഒക്കെ ചിലപ്പോ അവര് പറയും ഇഡ്ഡലി കഴിച്ചാൽ ഇത്ര കാലറീസ് ഉണ്ട്, അതേപോലെ പഴംപൊരി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാനേ പാടില്ല മിസ്. അങ്ങനെ പറഞ്ഞു എല്ലാം ഒരു ലെസ് ചെയ്യിക്കും. അതില് കാലറീസ് ഒക്കെ അവരുടെ ഒരു ഷെയ്ക്ക് ഉണ്ട്, അത് മാത്രം കുടിക്കാൻ സമ്മതിക്കും രാവിലെ, അത് കുടിക്കാം. പിന്നെ ഇതേപോലെ തന്നെ അവര് ഭക്ഷണങ്ങളൊക്കെ വളരെ കുറയ്ക്കണം. ഒരു ഇഡ്ഡലി അങ്ങനെയൊക്കെ പാടുള്ളൂ. അങ്ങനെയൊക്കെ കുറെ ഇതുണ്ട്. പിന്നെ ചപ്പാത്തി ആയിരിക്കണം കൂടുതൽ കഴിക്കേണ്ടത്. വിശപ്പ് ഉണ്ടാവില്ല, ചില ഡ്രിങ്ക് കുടിച്ചാലേ വിശപ്പ് ഉണ്ടാവില്ല. അതെ മിസ്, അതൊരു സ്പെഷ്യൽ ഷെയ്ക്കാണ്. പക്ഷെ നമ്മൾ ആ കോഴ്സിന് പോകണം. അതിന് ഞാൻ പോയില്ലായിരുന്നു. ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷൻ അവരുടെ കാണാൻ വേണ്ടി അവർ ക്ഷണിച്ചിട്ട് അങ്ങനെ പോയതാ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നടക്കണ കാര്യമല്ല. പറഞ്ഞു ഒന്നും കഴിക്കാൻ പറ്റൂല മിസ്, പട്ടിണി ഇരിക്കണം. ആ ടൈമിലായിരിക്കും ഹസ്ബൻഡ് നന്നായിട്ടിരുന്ന് കഴിക്കുന്നത്, അപ്പൊ നമുക്ക് സഹിക്കൂല. ഡൈറ്റിംഗ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചിലപ്പോ കൊണ്ടുവരും ചെയ്യും. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഡൈറ്റ്. കൺട്രോൾ ചെയ്യും ജയശ്രീ, കൺട്രോൾ ചെയ്തു ഹസ്ബൻഡ് കൊണ്ടുവരുമ്പോ ഡൈറ്റിംഗ് സമയത്ത്. ഇല്ല മീൻസ് അപ്പൊ ഈ ഡൈറ്റിംഗ് ഒക്കെ ഞാൻ മറക്കും. ആദ്യമൊക്കെ പറയും എനിക്ക് വേണ്ട, എനിക്ക് വണ്ണം കുറയ്ക്കും. പിന്നീട് എങ്ങനെ വന്നാലും പിന്നെ കുട്ടികൾ കുറച്ചല്ലേ കഴിക്കുള്ളൂ. ഫിനിഷ് ചെയ്യണമെങ്കിൽ ഞാനും കൂടി വേണം മീൻസ്. അപ്പൊ അങ്ങനെ ഭയങ്കര ഇതാണ്. അത് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരും, ചോറൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് പകരം ചെറുപയർ അങ്ങനെയുള്ള കറികൾ കൂട്ടിയിട്ട് ചോറ് കുറയ്ക്കാം മിസ്. അങ്ങനെ ശരിയാണ്. ചീര, പ്രോട്ടീൻ കൂടുതൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് കുറയും. അതാണ് ഇപ്പൊ മുട്ടയൊക്കെ കഴിക്കാൻ പറയുന്നുണ്ടല്ലോ ആള്, എഗ് ബോയിൽ ചെയ്തിട്ട്, പിന്നെ ഇതുപോലെ ചെറുപയർ, പിന്നെ ഹൈ പ്രോട്ടീൻ ഇപ്പൊ പനീർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് കുറയും. പിന്നെ ഗ്രീൻ ടീ കുടിക്കാം, ഷുഗർ ഒഴിവാക്കണം. ഇപ്പം ഇടയ്ക്ക് ഒരുപാട് ന്യൂട്രീഷൻസ് പറയുന്നത് നമ്മുടെ പ്ലേറ്റില് കഴിക്കുമ്പോഴത്തേക്കും കാർബും അതിന്റെ കൂടെ ഫൈബറും പ്രോട്ടീനും ഉണ്ടാകണം. കഴിക്കുമ്പോൾ ആദ്യം ഫൈബറും പ്രോട്ടീനും കുറച്ചെങ്കിലും നമ്മൾ കഴിച്ചതിന് ശേഷം മാത്രമേ കാർബ് കഴിക്കാവൂന്ന് പറയുന്നത്. കാരണം അപ്പം ഈ ഫൈബറും പ്രോട്ടീനും നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആകുമ്പോഴത്തേക്കും പകുതി വയറ് ഫില്ലാവും. പിന്നെ എപ്പോഴും ഒരു പ്രോബയോട്ടിക് ആ ഫുഡിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. മോരായിട്ടോ തൈരായിട്ടോ അങ്ങനെ അത് നല്ലതാ. അത് നമ്മുടെ കുടലിന്റെ ഗട്ട് ഹെൽത്തിനൊക്കെ കൂടുതൽ
നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മോരും തൈരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വെള്ളം കുടിക്കുക, ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് വെള്ളം കുടിക്കുക. അപ്പൊ അത് നമുക്കറിയാം പറയാറുണ്ട് മിസ്, അതെല്ലാ ഡോക്ടേഴ്സും ഇപ്പൊ എല്ലാത്തിലും പറയും. വെള്ളം നല്ലോണം കുടിച്ചതിന് ശേഷം ഊണ് കഴിക്കുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കുറച്ചേ കഴിക്കുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ കഴിക്കുക. ഓക്കെ, കഴിക്കുവാണോ? മിസ് പറഞ്ഞ ഡയലോഗ് എനിക്കും പറയുന്നുള്ളൂ, ഞങ്ങളെ കാണുമ്പോൾ ഞെട്ടരുതെന്ന്. നിങ്ങളെ കാണുമ്പോ ഞെട്ടൊന്നുമില്ല, എന്റെ പിള്ളേരല്ലേ, പിന്നെ എന്തിനാ ഞെട്ടുന്നത്? ഞെട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എന്നോട് പിള്ളേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. അപ്പൊ അതാണ് നിങ്ങൾ ഇപ്പൊ കാണുമ്പോ വീഡിയോയിൽ ചെറുതായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്ലിം ആയിട്ടിരിക്കുന്ന അങ്ങനെ ഒന്നല്ല. വീഡിയോയില് വേറെ, നേരിൽ കാണുമ്പോ വേറെ ആയിരിക്കും. ഓക്കെ, അപ്പോ നമ്മള് പറഞ്ഞോ. ഷുഗറിന്റെ പ്രശ്നം, ഷുഗർ ഉണ്ടോ മിസ്? മിസ്സിന്റെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഷുഗർ ആണോ മെയിൻ ആയിട്ട്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കഴുത്തിന് കുറച്ച് പ്രശ്നം വന്നില്ലേ, അതിന്റെ. ഓക്കെ മിസ്. അതായത് മസിൽസ് ഒക്കെ കുറച്ച് വീക്ക് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് കുറക്കണം എന്ന് പറഞ്ഞു. ആവശ്യത്തിനുള്ള വെയിറ്റ് മാത്രം മതി, കൂടുതലായിട്ടുള്ള വെയിറ്റ് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോ ഇനി അടുത്ത മാസമാണ് പോകണ്ടേ, 1 കിലോയെങ്കിലും കുറച്ചിട്ട് ചെല്ലാനാണ് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ വരണ്ട മരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കുറഞ്ഞ മിസ്? ഷോൾഡർ പെയിൻ ആയിരുന്നോ? ഇപ്പൊ ഒരു 4 കിലോ കുറഞ്ഞിട്ടുണ്ട്. ഷോൾഡർ പെയിൻ ആയിരുന്നോ? ഷോൾഡർ പെയിൻ എന്ന് പറഞ്ഞാല് ഞരമ്പിനൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്നതേ, നമ്മുടെ മസിലും വെയിനും തമ്മില് ആ ഒരു ഇതുണ്ട്. പിന്നെ ഡിസ്ക് പഠിച്ചായിരിക്കുവാണെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ഇടക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പൊ ഒരു സ്പ്രേ എടുത്തടിക്കും, അപ്പൊ കുറച്ച് ആശ്വാസം. കാരണം ഇങ്ങനെ തന്നെ നോക്കിയിരിക്കുവല്ലേ നമ്മള്, അധികം മൂവ് ചെയ്യുന്നില്ലല്ലോ, തല അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇതാവുന്നില്ല, ഇങ്ങനെ ഒറ്റൊരു ഇരിപ്പല്ലേ. അപ്പൊ അതിന്റെയാണ് കൂടുതൽ എന്നാണ് പറഞ്ഞത്. പിന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞു. എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. എക്സസൈസ് ചെയ്യാൻ കുറച്ച് ദിവസം ചെയ്തിരുന്നു, പിന്നെ അത് നിർത്തി. പിന്നെ എനിക്ക് ശ്വാസം മുട്ടിന്റെ പ്രശ്നമുണ്ട്, ആസ്മയുടെ പ്രശ്നമുണ്ട്. അപ്പൊ അത് ഈ ഇടക്ക് വന്നു, കഴിഞ്ഞ ആഴ്ചയൊക്കെ ആസ്മയുടെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എക്സസൈസ് ചെയ്യലും നിർത്തി. അങ്ങനെ ഇനി വീണ്ടും തുടങ്ങണം എന്നുണ്ട്. അപ്പൊ അങ്ങനെ വിചാരിക്കുന്നു. പിന്നെ ഷുഗർ കട്ട് ചെയ്താൽ വലിയൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. എന്റെ സീക്രട്ട് ഇതാണ് മിസ്, ഇത് ഫ്ലെക്സീഡ്. പിൻ ചെയ്യട്ടെ, പിൻ ചെയ്തോട്ടെ കേട്ടോ. ഇതും പിന്നെ ചിയാ സീഡ് മിസ്. ചിയാ സീഡ് അല്ലേ? നല്ലതാണോ അത്? ചിയാ സീഡ് ഇത് നല്ലോണം കുറഞ്ഞു പോകും മിസ്, നമ്മളെ മനസ്സിലാവാത്ത വിധത്തിൽ കുറഞ്ഞു. അത്രയും വേണ്ട, ഇത് നമ്മൾ കഴിക്കുന്ന അനുസരിച്ച് നമുക്ക് നല്ലോണം വെയിറ്റ് കുറയും. നമ്മളുടെ ഫാറ്റ് കാലറി കൂടുതലല്ലേ അതിന്? ചിയാ സീഡ്. അതെ, ഇത് മറ്റേ ഇതാണ് മിസ്, എന്തോ പറയുമല്ലോ, ഫൈബർ കണ്ടന്റ് ഉള്ളത് തന്നെയാണ്. അത് കഴിക്കുന്നത് വെറും വയറ്റില്, അത് തലേന്ന് ഒരു ടീസ്പൂൺ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിന്റെ കുതിർത്ത് വെക്കുക. നന്നായിട്ട് കുതിർന്നിട്ട് പിറ്റേന്ന് രാവിലെ വെറും വയറ്റില് ഒരു സ്പൂൺ നാരങ്ങാ നീരും കുറച്ച് ഹണി വേണമെന്നില്ല, എന്നാലും അതുകൂടെ ഒഴിച്ചിട്ട് നമ്മൾ അതാണ് ഫസ്റ്റ് കഴിക്കേണ്ടത്. അങ്ങനെ കഴിക്കുമ്പോ തന്നെ നമ്മളുടെ വെയിറ്റ് ലോസ് ആവുന്ന പറയുന്നേ. മിസ് കഴിക്കേണ്ട രീതി അങ്ങനെയാണ്, കറക്റ്റ് ആണ് പറഞ്ഞത്. പക്ഷെ ഞാനിത് വെറുതെയാണ് മിസ് കഴിച്ചോണ്ടിരുന്നേ. പക്ഷെ ഇത് പഠിച്ചായി പോയി, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മാത്രമേ എനിക്ക് ഷുഗർ കുറഞ്ഞു മിസ്. 400 സംതിങ് ഉണ്ടായിരുന്നു ഷുഗർ. നല്ല വണ്ണം ഉണ്ടായിരുന്നു മിസ്, ഇപ്പോഴത്തെ പോലെ ഇല്ല, നല്ല വണ്ണം ഉണ്ടായിരുന്നു. 70 ഒക്കെ 65 കുറയുന്നുണ്ടായിരുന്നു. ഒരു കാര്യം പറയട്ടെ, ചിയ സീഡ് കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മള് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് അത് ഇതായി കഴിഞ്ഞ് മാത്രമേ അത് ഉപയോഗിക്കാവുള്ളൂ, അല്ലാതെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാവും. ഇപ്പൊ അത് ഭയങ്കര വൈറലായിട്ട് ന്യൂസുകൾ വരുന്നുണ്ട്. കാരണം അത് നമ്മള് റോ ആയിട്ട് എടുക്കുമ്പോൾ അതിങ്ങനെ ബൾജ് ചെയ്ത് വരും വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ. അപ്പൊ അത് അങ്ങനെ ഫുൾ ആവാതെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും, നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ, മറ്റേ എന്താ പറയാ, അന്നനാളത്തിലൊക്കെ. അപ്പൊ അത് പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടേ അത് ഫുൾ അത് ഇതായതിനു ശേഷം മാത്രമേ അത് ഉപയോഗിക്കാവുള്ളൂ. പാലിലിട്ട് കുതിർത്ത് കഴിക്കാം. പക്ഷെ ഐശ്വര്യ, ഞാൻ റോസ്റ്റഡ് ആണോ ഉപയോഗിക്കുന്നത്? അപ്പൊ കുഴപ്പമുണ്ടോ? റോസ്റ്റഡ് ആണ് മിസ്, രണ്ടും ഇപ്പൊ റോസ്റ്റഡ് ആണ്. ആദ്യം റോ ആണ് കഴിച്ചോണ്ടിരുന്നത്, ഇപ്പൊ അത് റോസ്റ്റഡ് ആണ്. അല്ല, ഇത് വെറുതെ കഴിക്കുമ്പോ എന്താന്ന് പറഞ്ഞാൽ അതിന്റെ സ്കിന്നില് എന്തോ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഇതുണ്ട്, അത് നമ്മുടെ ബോഡിയിൽ ചെല്ലാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ കുതിർത്തിടുമ്പോൾ ആദ്യം അങ്ങനെയായിരുന്നു, നമുക്കത് യൂസ് ചെയ്യാനാണ് പറയുന്നത്. അതെ, ചണവിത്തൊക്കെ നല്ല എഫക്റ്റീവ് ആണ്.
നല്ല അതെ, നല്ല ഫുഡിലൊക്കെ ബെനിഫിറ്റ്സും ചേർത്ത് ഉണ്ട് അതുകൊണ്ട്, കഴിക്കാം പക്ഷെ അത് കുറച്ച് ആഹാര ഡേഞ്ചറുമാണ്. പദാർത്ഥങ്ങളിൽ. ആണല്ലേ? അതെ ഞാനിപ്പോ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഹൈ അതെ മിസ്. കാലറി ആണ് അത്, വേണ്ട വിധം അത് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതെ മിസ്, കണ്ടിട്ടുണ്ടായിരുന്നു. ഉണ്ട്. ഒരു സ്പൂണൊക്കെ കഴിക്കാൻ 1-2 സ്പൂണൊക്കെ പറയുന്നുള്ളൂ. മിസ് വെള്ളത്തിലിട്ട് എല്ലാരും കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല മിസ്. വണ്ണം കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനും ഞാനാണെങ്കിൽ വണ്ണം വെക്കാൻ നോക്കിയിട്ട് വെക്കുന്നില്ല. വെയിറ്റ് കൂട്ടാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് തരാം. വെയിറ്റ് കൂട്ടാനാണോ? വെയിറ്റ് കൂട്ടാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ കൂടുന്നില്ല. ഞങ്ങൾക്ക് കുറയുന്നില്ല എന്നാണല്ലേ മിസ്? കുറച്ചങ്ങോട്ട് തട്ടോ. ആകെ എനിക്ക് കുറഞ്ഞു കേട്ടോ. കിലോയേ ഉള്ളൂ, 42 കിലോയേ ഉള്ളൂ ഞാൻ. അല്ല, അത് അതെയോ? ചിലപ്പോ ജനറ്റിക് ആയിരിക്കാം. ജനിച്ചപ്പോ തൊട്ടേ അതെനിക്ക് വെയിറ്റ് അല്ല, ഇല്ലാത്തയാണ്. അതല്ല, നിങ്ങളുടെ ഫാമിലിയിൽ ഹെറിഡിറ്ററി ആയിരിക്കാം. ആർക്കെങ്കിലും അങ്ങനെ വണ്ണം ഇല്ലാത്ത പ്രകൃതം ഉണ്ടെങ്കിൽ അതെ അത് മിസ്, ഞങ്ങളുടെ ക്ലാസ്സില് മിസ് രേഷ്മ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അവള് നല്ലോണം മെലിഞ്ഞിട്ടാ, പക്ഷെ നന്നായിട്ട് ആഹാരം കഴിക്കും. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇത്രയും ആഹാരം കഴിക്കുന്ന ഒരു കുട്ടി. ശരിയല്ലേ രമ്യ? അങ്ങനെ ചിലവരുണ്ട്. അപ്പം നന്നായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട് അവള്, പക്ഷെ ഭയങ്കര സ്ലിം ആണ് മിസ്. അതായത് ഒന്നും കാണുന്നില്ല. അങ്ങനെയുണ്ട് പക്ഷെ നമ്മളെ ഇല്ലേ? അങ്ങനെ കാണില്ല. അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതുകൊണ്ടായിരിക്കാം. അമ്മ, അച്ഛൻ അവർക്കൊക്കെ ആ ഒരു ശരീരപ്രകൃതി ആയിരിക്കാം. അപ്പൊ അതുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ ആഹാരത്തില് കൂടുതൽ, അതായത് പ്രപ്പോർഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ നടത്തണം. അതായത് പ്രോട്ടീൻസും, നമ്മുടെ ഫുഡ് ഒരു പ്ലേറ്റ് എടുക്കുവാണെങ്കിൽ അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം. കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് എനർജി കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്ന്. ഓക്കെ. നമുക്ക് ജോലി ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും ഒക്കെ ഉള്ള ഒരു എനർജി കിട്ടുന്നത് എന്ത് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അപ്പൊ കാർബ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു നിശ്ചിത ശതമാനം അളവിൽ കഴിച്ചിരിക്കണം. ഓക്കെ. അത് കുട്ടികൾക്കായാലും എന്ത് ചെയ്തിരിക്കണം, അങ്ങനെ കൊടുത്തിരിക്കണം. അപ്പൊ നമ്മുടെ ഒരു ആഹാര രീതി എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിലെ കണ്ടു വന്നിട്ടുള്ള ഒരു രീതിയാണ്, ഒരു പ്ലേറ്റ് നിറയെ ചോറ്, കുറച്ച് കൂട്ടാൻ, അല്ലെ? കുറച്ച് കറികള്, അച്ചാറ്, പിന്നെ വേറെ തോരൻ, അങ്ങനെ കുറച്ച് കറികളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മള് ശരിക്കും പറഞ്ഞാല് അതൊരു നല്ല ഒരു പ്രവണതയല്ല, അല്ലെ? അവിടെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുതലാണ്, ബാക്കിയൊക്കെ കുറവാണ് എടുക്കുന്നത്, അല്ലെ? പക്ഷെ അത് നേരെ തിരിക്കണം നമ്മൾ, അല്ലെ? അതായത് നമ്മള് ചോറ് ഞാൻ ഒരു കറിയായിട്ട് കാണുക, അത്രയും പെർസെന്റേജ് മാത്രം നമ്മൾ എന്തെടുത്താൽ മതി, ചോറിന് എടുത്താൽ മതി. ഓക്കെ. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് പച്ചക്കറികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോ പ്രോട്ടീൻ ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് കൂടുതൽ ഇൻടേക്ക് ചെയ്യാവുന്നതാണ്, കഴിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ കഴിക്കുന്നതിലൂടെ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റിലോട്ട് പോവാണ്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങനെ ശീലിപ്പിക്കണം. നമ്മൾ എന്തായാലും അങ്ങനെ ഒരു രീതിയിലാണ് വളർന്നു വന്നത്. ചിലപ്പോൾ മാറ്റാനായിട്ട് പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ ഇനി ഭാവി തലമുറയ്ക്ക് നമ്മളത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ശീലിപ്പിക്കുക. അതായത് ചെറുപ്പത്തിലെ തന്നെ അത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അതുമായിട്ട് അഡാപ്റ്റ് ആവും. കുഞ്ഞുങ്ങൾക്ക് അറിയാമോ ചോറ് ഇത്ര മതി, കറികൾ ഇത്ര കൂടുതൽ വേണം എന്ന് അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ. അപ്പൊ അങ്ങനെ ശീലിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ മലയാളികളുടെ ഒരു വികാരം എന്ന് പറയുന്നത് ചോറാണ്, അല്ലെ? ചോറില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ചോറ് ഒഴിവാക്കണ്ടെന്നല്ല പറയുന്നത്, ചോറ് നമുക്ക് കഴിക്കാം, അതും ആവശ്യത്തിന് മാത്രം കഴിക്കാം, മറ്റു കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഓക്കെ. ഇപ്പൊ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈ പ്രോട്ടീൻ, അതായത് പ്രോട്ടീൻ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വിശപ്പ് അധികം ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ എന്താ പറയാ, കൂടുതൽ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഫിസിക്കൽ ഗ്രോത്തിന് വളരെ നല്ലതാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അത് കുറെ അധികം കാര്യങ്ങളിലൂടെ നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുപയർ പ്രോട്ടീൻ സോഴ്സ് ആണ്. പിന്നെ ചിക്കൻ പ്രോട്ടീൻ സോഴ്സ് ആണ്, പക്ഷെ നമുക്ക് എപ്പോഴും ചിക്കൻ വാങ്ങിക്കാനായിട്ട് പറ്റുന്ന വരില്ല. ഓക്കെ. പിന്നെ മുട്ട, അല്ലെ? എഗ്, അതൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ പനീർ, അതൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ പ്രോട്ടീൻ കൂടുതലായിട്ട് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ അതിന്റെ കൂടെ വൈറ്റമിൻസും മിനറൽസും ചേർക്കുക, പച്ചക്കറികൾ ചേർക്കുക, അല്ലെ? കുക്കുംബർ, ക്യാരറ്റ്, അതുപോലെ തന്നെ മറ്റ് ഇലവർഗ്ഗങ്ങളെ, ചീര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുക. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് അതിനുശേഷം വേണമെങ്കിൽ ഒരു ഫ്രൂട്ട് കഴിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഒരു ദിവസം കഴിക്കുവാണെങ്കിൽ, കുറെ ദിവസം നമ്മൾ അത് ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെൽത്തിൽ, നമ്മുടെ ബോഡിയിൽ തന്നെ, ഫേസിലും ബോഡിയിലും ഒക്കെ അതിനുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. ഇതിന്റെ കൂടെ ഒരു എക്സസൈസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കംഫർട്ടാണ്, നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാല് ഭംഗിയായിട്ടിരിക്കുക, അല്ലെങ്കിൽ എല്ലാവരും കാണുമ്പോ വാവ് എന്ന് അങ്ങനെ പറയാനല്ല, നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കണം. എപ്പോഴും ആശുപത്രിയിൽ
പോകാതെ അല്ലെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി നമ്മൾ സമ്പാദിക്കുന്ന പൈസ കൊടുക്കാതെ നമ്മൾക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും? നമ്മുടെ ബോഡിക്ക് നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൊടുത്താൽ മതി. നമ്മുടെ ബ്രെയിൻ നമ്മളോട് ആവശ്യപ്പെടും അത് കഴിക്കുക, നമ്മുടെ ബ്രെയിൻ ആണ് ആവശ്യപ്പെടുന്നത്. ഒരു ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നു കഴിഞ്ഞാല് നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും അത് കഴിക്കുക. ഒരു ചായ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ പറയും അത് കഴിക്കൂ. പക്ഷെ ബ്രെയിൻ പറയുന്നത് നമ്മൾ ആ ടൈമിൽ കൊതിച്ച് കഴിച്ചു പോകും മിസ്. പക്ഷെ പ്രശ്നം വെച്ചാൽ ഈ ബിരിയാണി അരി ഒരു ദിവസം നമ്മൾ വെച്ചാൽ അറിയാൻ പറ്റും, അത് ഇങ്ങനെ അരി പോലെ ഇരിക്കും. കടകളില് നമുക്ക് അത് വയറിന് ദഹിക്കൂല. അതായത് ഇങ്ങനെ അരി പോലെ ഇരുന്നിട്ടല്ലേ അവര് റൈസ് ആക്കി എല്ലാവർക്കും കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട് മിസ്. പക്ഷെ മിസ്സേ നമ്മുടെ ബ്രെയിനിനെ ഫീഡ് ചെയ്യുന്നതിന് നമ്മൾ തന്നെയാണ്. നമ്മൾ കഴിച്ചു കഴിച്ചാണ് നമ്മുടെ ബ്രെയിനെ നമ്മൾ തന്നെ ഫീഡ് ചെയ്യുന്നത്. അപ്പം കറക്റ്റ് ടൈം ആകുമ്പോൾ ബ്രെയിൻ അത് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിച്ച് ശീലിപ്പിച്ചിട്ട് അവസാനം നമുക്ക് അതിൽ നിന്ന് പിന്മാറാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതില്. അതെ 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 ശരിയാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല നമ്മുടെ ഹെൽത്തിനുള്ള, നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഇന്ന് മുതൽ കഴിക്കാം ഞാൻ തീരുമാനിക്കുക. അങ്ങനെ നിങ്ങൾ ഒന്ന് എന്താ പറയാ പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ ദിവസം കഴിക്കണം, എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ അത് കൊടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് തന്നെ ഉണ്ട്, താഴേക്ക് വരുന്നേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങള് ചിലപ്പോ നമ്മളെ പോലെ കഴിക്കണം എന്നില്ല, അല്ലെ? ഞാനിപ്പോ ഇവിടെ മിസ് കുട്ടികൾ സ്കൂളിൽ നിന്ന് പോയി വരുമ്പോ അവർക്ക് ബിരിയാണി ഇടയ്ക്ക് ഉണ്ടാക്കിയേക്കും. ഇപ്പൊ ഈ മോണ്ടിസോറിയിൽ കയറിയതിന് ശേഷം നടക്കുന്നില്ല, എന്നാലും പറ്റുന്ന പോലെ ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ് ഇതൊക്കെ ആഡ് ചെയ്യും. പിന്നെ മറ്റേ ഇതുണ്ടല്ലോ മിസ് സോയ, അത് അവർക്ക് ഇഷ്ടമാണ്. അപ്പൊ സോയാ ചങ്ക്സ് ഒക്കെ ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബിരിയാണി പോലെ തനിയെ പൊടിച്ചെടുത്തിട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പൊ അവർക്ക് അത് എനർജറ്റിക് ആയിരിക്കുമല്ലോ, അങ്ങനെ ചെയ്തു കൊടുക്കും. അതിൽ ചിലപ്പോ കാഷ്യൂനട്ട് ഒക്കെ ആഡ് ചെയ്യും. രാവിലെ വെറും രാവിലെ വെറും വയറ്റില് നമ്മള് ബീറ്റ്റൂട്ട് പിന്നെ ക്യാരറ്റ് അത് രണ്ടും മിക്സിയിൽ അടിച്ചിട്ട് അതിന്റെ വെള്ളം എടുത്തിട്ട് നമ്മൾ ഒരു ചൂടുവെള്ളം ആറിയിട്ടുണ്ടാവുമല്ലോ, ആ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് നമുക്കൊരു ജ്യൂസ് പോലെ അതിൽ കുറച്ച് ലെമൺ ഒഴിച്ചിട്ട് നല്ല നമ്മുടെ നല്ല സ്കിന്ന് ബ്രൈറ്റൻ ആവാനും നമ്മുടെ ഉള്ളിലത്തെ ബ്ലഡ് സർക്കുലേഷൻ പിന്നെ അത് ക്ലീൻ ആവാനും എല്ലാം നല്ല ഇതാണ് മാം. അത് നമുക്ക് കുടിച്ചാൽ തന്നെ ഒരു ഉണർവ് വരും രാവിലെ തന്നെ വെറും വയറ്റിൽ കുടിക്കുമ്പോൾ. മീൻസ് സത്യസന്ധമായിട്ട് പറയുവാണ്, ഒരിടയ്ക്ക് ഹസ്ബൻഡ് നന്നായിട്ട് അതായത് കളർ വെക്കാനൊക്കെ ആയിട്ട് ഇതേപോലെ, പക്ഷെ അത് വേറൊരു രീതിയിൽ നല്ലതായിരുന്നു. ക്യാരറ്റ് ബീട്രൂട്ട് രണ്ടും കൂടി ജ്യൂസ് അടിച്ചിട്ട് ഇപ്പൊ ബിന്ദുജ പറഞ്ഞ പോലെ തന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാറുണ്ട്. ആള് കുടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നിനും ടൈമില്ല, മുമ്പ് ചെയ്യുമായിരുന്നു. നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ABC ജ്യൂസ് അല്ലേ, ABC ജ്യൂസ് അല്ലേ, ABC ജ്യൂസ് ആപ്പിൾ ഒക്കെ അതിനകത്ത് ആഡ് ചെയ്യാം, കുക്കുംബർ ഒക്കെ. പിന്നെ മിസ് ഇപ്പൊ എല്ലാവർക്കും വരുന്നതാണ് കിഡ്നി ലിവർ പ്രശ്നം. ഇപ്പൊ കൂടുതൽ നമ്മുടെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു, ചില റിലേറ്റീവ്സിന് ഒരുപാട് പേർക്കും ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ നാരങ്ങ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും. നമ്മൾ പിഴിഞ്ഞ് എടുത്ത് നാരങ്ങകൾ ഉണ്ടാക്കിയ നാരങ്ങയല്ലേ, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഹസ്ബൻഡിനോട് പറയും രാവിലെ കുടിക്കാൻ പറയും, ഇങ്ങനെ ഒന്നും വരാതിരിക്കാനായിട്ട്. അങ്ങനെയൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അത് റീഫ്രഷ് ആവും എന്ന് പറയും, ലിവറൊക്കെ റീഫ്രഷ് ആവും എന്ന് പറയാറുണ്ട്. അങ്ങനെ ഇതേ യൂട്യൂബിൽ നോക്കിയിട്ടാണ്. നല്ലത് നാരങ്ങയുടെ ആയതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റ് അങ്ങനെ ഇതൊന്നും ഉണ്ടാവൂലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ടാ ഷുഗർ ഒന്നും ആഡ് ചെയ്യണ്ടല്ലോ. അപ്പൊ ബീട്രൂട്ട് നല്ല കുറച്ച് സ്വീറ്റ് അല്ലേ, അതുകൊണ്ട്. പക്ഷേ ഈ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ നമ്മൾ ജ്യൂസ് അടിച്ച് പിഴിഞ്ഞിട്ട് അത് നമ്മുടെ ഐസ് ട്രേ ഇല്ലേ, ഐസ് ട്രേക്കകത്ത് ഇട്ട് വെച്ചിട്ട് രാവിലെ ചെറിയ ചൂടുവെള്ളത്തിൽ ഓരോ പീസ് ഇട്ട് അങ്ങനെയും കുടിക്കാം. നന്നായി. മിസ് വേറൊരു ഐഡിയ കൂടി ഉണ്ട് മിസ്. ഞാൻ കുട്ടികൾക്ക് ബ്ലഡ് വെക്കാനും ഷെയ്ക്കിൽ ഇത് ആഡ് ചെയ്യുമായിരുന്നു, ഇതിന്റെ ക്യാരറ്റും ബീട്രൂട്ടിന്റെ ജ്യൂസ്. അവരറിയൂല, അവരറിഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിക്കൂല മിസ്. അപ്പൊ ഞാനിതിങ്ങനെ ജ്യൂസ് അവർക്ക് ഉണ്ടാക്കുന്ന ഷെയ്ക്കില് ആഡ് ചെയ്യും, വീട്ടിൽ പ്രിപ്പയർ ചെയ്യണത്. അപ്പൊ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കുടിക്കാറുണ്ടായിരുന്നു മുമ്പ്. ഓക്കെ, അപ്പോ ഈ ഒരു രീതിയിൽ നമ്മൾ പ്രോട്ടീൻ എടുക്കാം, വൈറ്റമിൻസ് എടുക്കാം, പിന്നെ അതുപോലെ കാൽസ്യം, ഫോസ്ഫറസ്, അയഡിൻ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 3 to 6 years ഏജ് ഗ്രൂപ്പ് ഉള്ള കുട്ടികളുടെ റിക്വയർമെന്റ്, അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ളത് എനർജി എന്ന് പറയുന്നത്, അതായത് 1690 കലോറിയാണ്.
കുട്ടികൾക്ക് വേണ്ടത് 3 to 6 years ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക്. അതിനകത്ത് പ്രോട്ടീൻ 30 gram per day ആണ്. ഒരു ദിവസം 30 gram പ്രോട്ടീനും എന്ത് ചെയ്യണം, അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാകണം. ഓക്കെ ഓക്കെ. അപ്പൊ ടോട്ടൽ കലോറിയിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട കലോറിയിൽ എത്രയാണ് പ്രോട്ടീൻ ഇവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക്, അതായത് 3 to 6 years പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള അളവിൽ സീരിയൽസ്, പൾസസ്, അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ് കൊടുത്തിരിക്കണം. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, സ്പിനാച്ച് പോലെയുള്ള, ബീൻസ് പോലെയുള്ള വെജിറ്റബിൾസ് നമുക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ യെല്ലോ ആൻഡ് ഓറഞ്ച് വെജിറ്റബിൾസ്, അതായത് യെല്ലോ കളറിലുള്ളതും ഓറഞ്ച് കളറിലുള്ളതുമായിട്ടുള്ള ക്യാരറ്റ്, പംകിൻ എന്നിവ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ സിട്രസ് ഫ്രൂട്ട്, അതായത് പുളിരുചിയുള്ള പഴവർഗ്ഗങ്ങൾ. പുളിരുചിയുള്ള പഴവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ മുസംബി വരും, അതിനകത്ത് ഓറഞ്ച് വരും. ഇതൊക്കെ വൈറ്റമിൻ സി ആണ് കേട്ടോ. ഗൂസ്ബെറി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ യെല്ലോ ഫ്രൂട്ട് ആയിട്ടുള്ള പപ്പായ, ഗുവ, മാംഗോ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ മിൽക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അളവില്, അതായത് സഫീഷ്യന്റ് ആയിട്ടുള്ള അളവിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി മിൽക്ക് കഴിക്കാത്ത ചില കുഞ്ഞുങ്ങളുണ്ട്. മിൽക്ക് കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് മിൽക്കിന് പകരം കേർഡ് ഉപയോഗിക്കാം, പനീർ കൊടുക്കാം, കസ്റ്റാർഡ് കൊടുക്കാം, ഗീർ, പുഡിംഗ് കൊടുക്കാം. അതുപോലെ തന്നെ എഗ്, മീറ്റ്, ഫിഷ്, ഇതൊക്കെ എന്ത് ചെയ്യാം, നോൺ വെജിറ്റേറിയൻസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഒരു പ്രോട്ടീൻ സോഴ്സ് ആണ്. ഓക്കെ. വളരെ നല്ലതാണ് എന്ത് ചെയ്യുന്നത്, നമ്മളത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് മാത്രമല്ല നമ്മളും കഴിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഓരോന്നിന്റെയും ഓരോ അളവുകൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അതായത് നമ്മളൊരു പ്ലേറ്റ് എടുക്കുന്ന സമയത്ത് ചിക്കൻ ബിരിയാണി കൊണ്ടു വെക്കുവാണെങ്കിൽ അതിനകത്ത് എന്ത് കാര്യങ്ങളാ ഉള്ളത്? സലാഡ്, എന്തൊക്കെ ഉണ്ടാവും? ചിക്കൻ ഉണ്ടാവും, റൈസ് ഉണ്ടാവും, സലാഡ് ഉണ്ടാവും, പപ്പടം ഉണ്ടാകും, പപ്പടം ഉണ്ടാവും, പിക്കിൾ ഉണ്ടാവും. കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ടല്ലോ റൈസിൽ, അല്ലേ? പിന്നെ ഫാറ്റും കിട്ടുന്നുണ്ട്. ഫാറ്റ് ഉണ്ട് റൈസിൽ, ഫാറ്റ് ഇല്ലേ? നെയ്യ് ഉപയോഗിച്ചല്ലേ ചെയ്യുന്നേ? ഓക്കെ. പിന്നെ ചിക്കനിൽ പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ചിക്കൻ ബിരിയാണി കൊണ്ട് വെക്കുമ്പോൾ ഇത് ചിക്കൻ ബിരിയാണി അല്ല, പകരം ഇത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഇതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സലാഡിൽ നമ്മൾ നോക്കുമ്പോൾ ചെറിയ രീതിയിൽ ക്യാരറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ തെളിയണം. അങ്ങനെ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ മതിയായിട്ടുള്ള ആഹാരവും നമ്മൾ കഴിക്കുള്ളൂ. നമുക്കറിയാം ഇതാണ്. ഓക്കെ. ഇത് നമ്മുടെ ചിലപ്പോ നമുക്ക് ഭയങ്കരമായിട്ട് കൊതി തോന്നിയിട്ട് ചിലപ്പോൾ നമ്മൾ വായി വെച്ചൊക്കെ കഴിക്കും, അത് വേറെ കാര്യം. പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഇത്രയുമാണ് ഞാൻ ഇന്നൊരു ദിവസം കഴിച്ചത്. ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ അത് കുറേശ്ശെ ദിനം പ്രതി നമ്മൾ അതുമായിട്ടൊരു ഐഡിയ നമുക്ക് ഉണ്ടാകും. നമ്മൾ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെയാണ് കഴിക്കേണ്ടാത്തത്, എന്തൊക്കെയാണ് ഫാറ്റ് കൂടുതലുള്ള ഐറ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ അത് നോക്കുക. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫ് ഞാൻ വായിപ്പിച്ചില്ല, നമുക്കറിയാമല്ലോ, എളുപ്പമല്ലേ അത്? യെല്ലോ ഫ്രൂട്ട്, സിട്രസ് ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നത് എളുപ്പമാണ്, ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഞാൻ മൂന്നാമത്തെ പാരഗ്രാഫ് ഒരാളൊന്ന് റീഡ് ചെയ്തേ. മൂന്നാമത്തെ പാരഗ്രാഫ്. തേർഡ് പാരഗ്രാഫ് ഞാൻ വായിക്കാം. ഗോപിക വായിച്ചോളൂ. A well-balanced diet distributed into 5 or 6 small frequent meals is recommended. Using a variety of arrangements help in meeting the nutritional needs easily as well as in developing a taste in the preschooler. Teachers can help parents by telling some instructions for useful foodstuffs like the parathas, stuffed with vegetables, mixed vegetables rice, fruit cream, stewed fruit, sweets containing vegetables such as carrot, halwa, fruit vegetables mix, lassi, milkshakes, etc. Process such as germination, sprouting of whole pulses helps in increasing the nutrient value of food items. Under illness, the food chosen would depend upon the disease, but an effort should be made to provide easily digestible, highly nutritious, small common meals during ill health. Never starve a child during illness.
Medical and dietary advice should be strictly adhered to. ഓക്കെ, ഇവിടെ പറയുന്നത് a well balanced diet distributed into 5 or 6 small frequent meals is recommended. നമ്മള് 3 നേരം ഭക്ഷണം കഴിക്കുന്നതിന് പകരം 6 നേരം ആക്കുക. അതിനർത്ഥം കൂടുതൽ കഴിക്കുന്നു എന്നല്ല, നമ്മൾക്ക് അളവ് കുറച്ച് കഴിക്കുന്നതിലൂടെ, അതും നമ്മൾ ഓരോ സമയത്തിൽ നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു ന്യൂട്രീഷണൽ വാല്യൂ ആണ് അതിന് കിട്ടുക. നമുക്ക് ഇതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനും അധികം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനും ഇത്തരത്തിലുള്ള മീൽ പ്ലാനിങ്ങിലൂടെ സാധിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ ഈ കുട്ടികളുടെ ഭക്ഷണം, അതായത് കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് 5 or 6 ഇടവേളകൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് സമീകൃത ആഹാരമായിരിക്കണം, ബാലൻസ്ഡ് ഡയറ്റിലായിരിക്കണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. ഇങ്ങനെ സമീകൃത ആഹാരം വെറൈറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ചെല്ലുന്നതാണ്. ഓക്കെ, പിന്നെ പ്രീ സ്കൂളിൽ വെച്ച് തന്നെ, അതായത് കുഞ്ഞുങ്ങളുടെ 3 to 6 years ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങളുടെ ഫുഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ, അതായത് എന്തൊക്കെ ഉൾപ്പെടുത്താം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അത് ശീലിച്ചു വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അവരുടെ ഹാബിറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് വെജിറ്റബിൾസ് ഉൾപ്പെടുത്താം. പിന്നെ വെജിറ്റബിൾസ് കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ മിക്സഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കൊടുത്തു കഴിഞ്ഞാല് വെജിറ്റബിൾസ് പെറുക്കി കളയും, അല്ലെ? അങ്ങനെ കണ്ടിട്ടില്ലേ? എന്നിട്ട് ആ റൈസ് മാത്രം കഴിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്റെ മോള് അങ്ങനെ ചെയ്യും മാം. അങ്ങനെയാണ് ചെയ്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് മാത്രം പ്ലേറ്റിലുണ്ടാവും. അതെ, ബാക്കിയുള്ള ഇവിടെ വെജിറ്റബിൾസ് ഇഷ്ടമാണ്. ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോ അതിൽ കടുകൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റി വെക്കും. പണിയാണ് ഇടയ്ക്ക് മാത്രം ഇടയ്ക്ക്. അപ്പോ കുഞ്ഞുങ്ങളുടെ ഒരു രീതിയാണ് ഈ പറയുന്നത്. അതായത് കുഞ്ഞുങ്ങൾ പറയണം, ബിരുദന്മാരാണ് എല്ലാ കുഞ്ഞുങ്ങൾ, അവർക്ക് അറിയാമോ എന്തൊക്കെയാണ് അമ്മ സൂത്രപ്പണി ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ അവർക്ക് അറിയാനായിട്ട് സാധിക്കും. പെട്ടെന്ന് കണ്ടുപിടിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കൊടുക്കാം. കുട്ടികൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ, ഫ്രൈഡ് റൈസ് ഇഷ്ടമാണെങ്കിൽ, വെജിറ്റബിൾസ് ഒക്കെ അകത്ത് എല്ലുന്നതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ ചില കുഞ്ഞുങ്ങൾ ഫ്രൂട്ട് കഴിക്കില്ലെങ്കിൽ ക്രീം ഒക്കെ ആഡ് ചെയ്തിട്ട് ഫ്രൂട്ട് ക്രീം ആയിട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാത്ത, എനിക്ക് തോന്നുന്നു ഫ്രൂട്ട്സ് കഴിക്കാത്ത പിള്ളേര് വളരെ ചുരുക്കമാണ്. മിക്കവാറും കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമാണ്. മധുരം കഴിക്കൂല മിസ്. അപ്പൊ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം ആക്കി കൊടുത്താൽ കഴിക്കും. അതെ അതെ, ആ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാല് കഴിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോ മധുരമൊക്കെയാണ് കൂടുതൽ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ ക്യാരറ്റ് ഒക്കെ നമ്മൾക്ക് അകത്ത് എല്ലുന്നതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി കൊടുക്കാം. ഷുഗർ ഒക്കെ ആഡ് ചെയ്തിട്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾ, ഫ്രൂട്ടും വെജിറ്റബിളും കൂടിയുള്ള മിക്സ് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ലസ്സി ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ മിൽക്ക് ഷേക്ക്, ഇതൊക്കെ ആഡ് ചെയ്തിട്ട് കടയിൽ നിന്ന് മേടിക്കുന്നതല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടില് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കും. ഓക്കെ, പിന്നെ എന്താ പറയാ, ഭക്ഷണം കുട്ടികൾക്കായിട്ട് കൊടുക്കാനായിട്ട്, അതായത് അധ്യാപകര് രക്ഷിതാക്കളോട് പറയണം. അതായത് ഇന്ന ഭക്ഷണങ്ങളാണ് കുഞ്ഞിന് കൊടുക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാൻ പറ്റും, ടീച്ചേഴ്സിനൊക്കെ അറിയാൻ പറ്റും, ശ്രദ്ധ കുറവുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. സ്കൂളിൽ വരുമ്പോൾ ചില കുഞ്ഞുങ്ങൾ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ തല ഇറങ്ങി വീഴുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡെഫിഷ്യൻസി ഉണ്ടാകും. അവർക്ക് ആവശ്യത്തിനുള്ള പോഷകാഹാരം കിട്ടാത്തത് കൊണ്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഇത് നോട്ട് ചെയ്തിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, അത് പാരന്റ്സിനോട് പറയണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് മുളപ്പിച്ച സ്പ്രൗട്ടഡ് ആയിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ ആഡ് ചെയ്യാം. അതായത് ഇതിന് ന്യൂട്രീഷ്യസ് വാല്യൂ എന്ന് പറയുന്നത് ഹൈ ആണ്. മറ്റേതൊരു ഭക്ഷണത്തെക്കാളും ഹൈ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് വാല്യൂ ആണ് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾക്കുള്ളത് കേട്ടോ. നമ്മൾ സാധാരണ പയറ് തിന്നുന്നതിനേക്കാളും അല്ലെങ്കിൽ കടല തിന്നുന്നതിനേക്കാളും ഒക്കെ അത് മുളപ്പിച്ചാണ് കഴിക്കുന്നതെങ്കിൽ അതിന്റെ ന്യൂട്രീഷ്യസ് വാല്യൂ ഡബിൾ ആണ്.
ഓക്കെ. അപ്പൊ ഇപ്പൊ അത് നേരിട്ട് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് മുളപ്പിച്ചിട്ട് അത് അരച്ച് ദോശയായിട്ട് ചുട്ടുകൊടുക്കാം. അങ്ങനെ ചെയ്യാം. ഓക്കെ. കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെ ചുട്ടുകൊടുത്ത് അതിന്റെ കൂടെ മീൻകറിയും കൂടി ഒന്ന്, അല്ലെങ്കിൽ ചിക്കൻ കറിയോ മീൻകറിയോ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുമെന്ന് നോക്കൂ. അപ്പൊ നേരിട്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കില്ല. നേരിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഡയറക്റ്റ് ആയിട്ട്. പക്ഷെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇങ്ങനെയുള്ള വിരുദ്ധത്തരങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മള് രോഗാവസ്ഥയിൽ, അതായത് കുഞ്ഞുങ്ങള് അസുഖം വരുന്ന സമയത്ത് അവന്റെ അസുഖത്തെ അല്ലെങ്കിൽ അവന് ഉണ്ടാകുന്ന ആ ഒരു ശരീരത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ ആശ്രയിച്ചിട്ടാണ് അവൻ ഫുഡ് സെലക്ട് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന എല്ലാ ആഹാരങ്ങളും ചിലപ്പോൾ കഴിച്ചെന്ന് വരില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അസുഖാവസ്ഥയിലുള്ള കുഞ്ഞാണെങ്കിൽ, അതായത് പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുക. എളുപ്പത്തിൽ ഡൈജസ്റ്റ് ആകുന്ന സിമ്പിൾ ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള, അതായത് കലോറി കൂടിയിട്ടുള്ള, ഫാറ്റ് കൂടിയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയാം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുന്ന സമയത്ത് നമ്മൾ ആരും ചിക്കൻ ബിരിയാണിയോ മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല അല്ലെ? പനി വരുന്ന സമയത്തൊക്കെ നമ്മളത് അവോയ്ഡ് ചെയ്യും. എന്തുകൊണ്ടാണ്? അത് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് പാടാണ് അസുഖമുള്ള സമയത്ത്. കഞ്ഞി പോലുള്ള കാര്യങ്ങൾ, പയറ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ കഴിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ ശീലിച്ചു വന്നത് അതാണല്ലോ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ. പിന്നെ അസുഖമുള്ള സമയത്ത് ഒരിക്കലും കുഞ്ഞിനെ പട്ടിണി കിടത്താനായിട്ട് പാടില്ല. എന്തെങ്കിലും ഫുഡ് അവന്റെ വയറ്റിൽ ചെല്ലണം. അസുഖമുള്ള സമയത്താണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ മരുന്നുകൾ കൊടുക്കുക, ഫുഡുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എനിക്ക് അടുത്ത ക്ലാസ് ഉണ്ട്. വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ക്ലിയർ ആണ് മിസ്. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ചെയ്തോളൂ. ഞാനാണ് മിസ്. താങ്ക് യു മിസ്. ലെങ്തി ആണോ? ശ്രുതി. അല്ല, ലെങ്തി ആണോ? കുറച്ച് കൂടുതലുണ്ട് സൈൻ ഔട്ട്. പെട്ടെന്ന് പറഞ്ഞു തീർക്കോ? തീർക്കാം മിസ്. Thank you miss. Thank you for the engaging and interactive class today. I truly enjoyed the way the concepts were explained and how everyone was encouraged to participate. Looking forward to the next session. Once again, thank you miss. Thank you all. Signing out by Shruti. Okay. Thank you so much. Next class Thank you miss. Thank you. Okay, thank you, ma'am. Thank you, miss. Thank you, ma'am. Thank you.